ഹായ്, എൻ്റെ പേര് സൂര്യ ലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇന്നത്തെ ടോപ്പിക് മുലപ്പാൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള 3 ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഫീഡ് ചെയ്യുക. കുഞ്ഞ് എത്രത്തോളം പാൽ കുടിക്കുന്നുണ്ടോ അത്രത്തോളം പാൽ നമുക്ക് ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിപ്പിൾ ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് കയറിയിരിക്കണം. അതായത് കറുത്ത കളറിൽ റൗണ്ടിൽ ഉണ്ടാവില്ലേ, അത് ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് കയറി കുഞ്ഞ് നന്നായിട്ട് സഖ്യമാണെങ്കിൽ പാല് തീർച്ചയായിട്ടും ഉണ്ടാവും. ടിപ്പ് നമ്പർ 2, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം വരെ കുടിച്ച് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് പ്രസവം കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് ചാടും എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റേത് നോർമൽ ഡെലിവറി ആയിരുന്നു. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വയറ് ചാടിയിട്ടില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വെള്ളം ജീരക വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഉലുവ വെള്ളമായിട്ടോ കുടിച്ചാൽ അത്രയും നല്ലത്. കാരണം ജീരകം അല്ലെങ്കിൽ ഉലുവ ഇവ 2 മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ടിപ്പ് നമ്പർ 3 ആണ് ഫുഡ് ഐറ്റംസ്. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ചെറുപയർ മുളപ്പിച്ചത് കഴിക്കുന്നത്. ചെറുപയർ മുളപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ചെറുപയർ മുളപ്പിച്ചത് വേവിച്ച് കഴിഞ്ഞിട്ട് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ തേങ്ങയോ ചേർത്ത് കഴിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് വെളുത്തുള്ളി കഴിക്കുന്നതും അത്ര ഇഷ്ടമുള്ളവരായിരിക്കില്ല. അങ്ങനെയാണ് എങ്കിൽ കറിയിലിട്ടോ അല്ലെങ്കിൽ ചുട്ടോ അല്ലെങ്കിൽ പാലിലിട്ട് തിളപ്പിച്ച് കഴിച്ചാലും മതിയാവും. മൂന്നാമതായിട്ട് കറുത്ത എള്ള്. ഈ കറുത്ത എള്ളുണ്ടല്ലോ, അത് വറുത്തിട്ട് പാലിൽ ചേർത്തൊന്നെങ്കിൽ കഴിക്കുക. പിന്നെ ഈ കറുത്ത എള്ളിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. അഞ്ചാമതായിട്ട് ജീരകം വറുത്ത് കഴിക്കുക. ഇത് ദഹനത്തെ ഒരുപാട് സഹായിക്കും. ആറാമതായിട്ടുള്ളതാണ് ഉലുവ. നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ മിക്ക വീട്ടിലുള്ള ഒരു കാര്യമാണ് ഉലുവാച്ചോറ് കഴിപ്പിക്കുന്നത്. അങ്ങനെ ഉലുവാച്ചോറ് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഏഴാമത്തേതാണ് ഇലക്കറികൾ. ചീര, മുരിങ്ങയില തുടങ്ങിയവ കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. എട്ടാമതായിട്ട് ബദാമിൽ വിറ്റാമിൻ ഇ, ഒമേഗ-3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ-3 മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണിൻ്റെ എണ്ണം നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. 9ാമതായിട്ടുള്ളതാണ് ഓട്സ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതിയല്ലേ, പ്രസവശേഷം വണ്ണം കൂടി എന്നത്. ഡയറ്റ് എടുക്കാനായിട്ട് വീട്ടിലാരും സമ്മതിക്കുകയില്ല. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ ഓട്സിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കേണ്ട ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ബനാന. നമ്മുടെ ശരീരത്തിലെ ഫോളിക് ആസിഡിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഈ ബനാന നമ്മളെ സഹായിക്കും. നമ്പർ 2, ഗ്രീൻ പപ്പായ. പഴുത്ത പപ്പായ അല്ല കേട്ടോ, പച്ച പപ്പായ വേണം എടുക്കാൻ. ഈ പച്ച പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിനകത്ത് വിറ്റാമിൻ എ, ബി, സി, ഇ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 3 ആയിട്ട് സ്ട്രോബെറി. ഈ സ്ട്രോബെറിയിൽ അയൺ, വിറ്റാമിൻ സി, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഈ സ്ട്രോബെറി പറ്റില്ല. ചിലർക്ക് സ്ട്രോബെറിയിൽ അലർജി ഉണ്ടാവും. അങ്ങനെ അലർജി ഉണ്ട് എങ്കിൽ നിങ്ങളിത് ഒരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ സ്ട്രോബെറി കഴിക്കാവൂ. നമ്പർ 4, ആപ്രിക്കോട്ട്. ഈ ആപ്രിക്കോട്ടിൽ വിറ്റാമിൻ സി, എ, അതുപോലെ തന്നെ കാൽസ്യം, പൊട്ടാസ്യം, ഫോളിക് ആസിഡ്, ഒമേഗ-3, 6, 9 ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. 5th വൺ സപ്പോട്ട. ഇത് നമുക്ക് ഒരുപാട് എനർജി തരുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. 6th വൺ ആണ് ബ്ലൂബെറി. ഇതിൽ കാൽസ്യവും പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് നമ്മളെ സഹായിക്കും. ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കഴിക്കുക, മുലപ്പാൽ തീർച്ചയായും വർദ്ധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞ് എത്രത്തോളം പാല് കുടിക്കുന്നോ അത്രത്തോളം മുലപ്പാൽ വർദ്ധിക്കും. പാലില്ല എന്ന് കരുതി കുഞ്ഞിന് പാല് കൊടുക്കാതെ ഫോർമുല മിൽക്കിലേക്ക് ഒരിക്കലും പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ.